മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായമാണല്ലോ. അതിനോടുകൂടെ ചേർന്ന് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നുള്ള വേദഭാഗം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. Gospel according to St. Mark chapter 10 verses 1 to 12. അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കട്ടെ. അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. They are no longer two but one. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, സ്വർഗീയ ദൈവമേ, അങ്ങയുടെ വചനത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് ശാന്തമായിട്ട് ഇരിപ്പാനും നിന്റെ വചനം മനനം ചെയ്യുവാനും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിപ്പാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായിട്ടും സ്തോത്രം. കർത്താവേ, വചനത്തിലൂടെ ഞങ്ങളെ കാണുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ വചനത്തിന് മുൻപിൽ സമർപ്പിപ്പാൻ ഈ പ്രഭാതത്തിലെ ധ്യാനം ഞങ്ങൾക്ക് മുഖാന്തരമായി തീരണമേ. എല്ലാവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ബലഹീനനായ അടിയനെയും കർത്താവ് ശക്തീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. They are no longer two but one. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും വിവാഹ ജീവിതത്തെ പറ്റി യേശുവിനോട് അഭിപ്രായം തേടുന്ന പരീശന്മാർ ആ അഭിപ്രായം തേടലിലൂടെ ചില കുടിസ ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുകയും അങ്ങനെ യേശുവിനെ കുടുക്കിലാക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഈ വേദഭാഗം. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ്. കുടുംബത്തിലാണ് ഒരു സമൂഹം കെട്ടുപണി ചെയ്യപ്പെടുന്നത്. കുടുംബം നന്നായിരുന്നാൽ മാത്രമേ സമൂഹം നന്നാകത്തുള്ളൂ. സമൂഹം നന്നായാൽ മാത്രമേ രാഷ്ട്രം നല്ല ഒരു രാജ്യമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കുമ്പോൾ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് വലിയ ഒരു പദ്ധതിയുണ്ട്. ആ ഒരു പദ്ധതിയുടെ കണ്ടിന്യൂവേഷൻ ആണ് യേശു കർത്താവും സുവിശേഷ ഭാഗങ്ങളിൽ വിവാഹ ജീവിതത്തെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ പരീശന്മാര് യേശുവിനെ സമീപിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഭാര്യയെ ഉപേക്ഷിക്കുവാൻ പുരുഷന് അവകാശമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. Do the man has the right to divorce his wife? പുരുഷന് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ അവകാശമുണ്ടോ? വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഭാര്യയെ ഉപേക്ഷിക്കുന്ന പരീശന്മാരുടെ പതിവിനെ യേശു അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഭർത്താവിന് ഒരിക്കൽ തോന്നുക, എനിക്ക് എന്റെ ഭാര്യ ഇനി വേണ്ട. ഏതെങ്കിലും തരത്തിലുള്ളതായ കാരണം അല്ലെങ്കിൽ റീസൺ പറഞ്ഞ് ഭാര്യ ഉപേക്ഷിക്കുക. അപ്പോൾ ആ ഉപേക്ഷണ ഡിസിഷനിൽ ഭാര്യയ്ക്ക് യാതൊരു റോളുമില്ല. ഭർത്താവ് എന്ത് പറയുന്നു അത് കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യേശു എന്താണ് മറിച്ച് അവരോട് പറയുന്നത്? യേശു പരീശന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പതിവ് എന്താണ്? നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന സമ്പ്രദായം എന്താണ്? ഇതിനെക്കുറിച്ച് മോശയുടെ ന്യായപ്രമാണം എന്താണ് പറയുന്നത്? ഇത് വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് യേശു പരീശന്മാരോട് സംസാരിക്കുന്നത്. ഭാര്യ ഉപേക്ഷിക്കുന്നതുമായിട്ട് നിങ്ങളുടെ പതിവ് എന്താണ്? നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന സമ്പ്രദായം എന്താണ്? മോശയുടെ ന്യായപ്രമാണം എന്താണ്
എന്താണ് ഇവയെ കുറിച്ച് പറയുന്നത്? യേശു പറയുന്നു, ശരിയാണ്, മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷണ പത്രത്തെ അനുവദിച്ചിരുന്നു. എന്നാൽ അതിനൊരു കാരണമുണ്ടായിരുന്നു. വ്യക്തമായ കാരണമില്ലാതെ ഒരാൾക്ക് തന്റെ ഭാര്യ ഉപേക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. മോശയുടെ ന്യായപ്രമാണത്തിൽ ഭർത്താവ് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് ജെന്യൂനായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. ആ ശരിയായ റീസൺ തിരിച്ചറിയാതെ മനസ്സിലാക്കുന്നത് അവരവരുടെ സൗകര്യാർത്ഥം ഭാര്യമാരെ ഉപേക്ഷിക്കുന്നതായ ഒരു പതിവാണ് പരീശന്മാരുടെയും അല്ലെങ്കിൽ യഹൂദന്മാരുടെയും നിലനിന്നിരുന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. യേശു പറയുന്നു, യാതൊരു കാരണവുമില്ലാതെ ഒരു മനുഷ്യൻ തന്റെ ഭാര്യ ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയ കാഠിന്യത്തെയാണ് അത് വിശദമാക്കുന്നത്. അവൻ എത്രത്തോളം ഹൃദയ കാഠിന്യമുള്ളവനാണ്. അവന്റെ ഹൃദയ കാഠിന്യമാണ് ഒരു മനുഷ്യന് തന്റെ ഭാര്യ ഉപേക്ഷിക്കുവാനായിട്ട് ഇടയാകുന്ന കാരണം എന്ന് പറയുന്നത്. രണ്ട് ചിന്തകളാണ് ഈ വേദഭാഗത്ത് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വിവാഹം എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയാണ്. മാരേജ് ഈസ് എ ഡിവൈൻ പ്ലാൻ. ഇത് മനുഷ്യന്റെ ആഗ്രഹം അനുസരിച്ച് ചെയ്യുന്നതാണെങ്കിൽ പോലും for every marriage there is a divine plan. ഒരു ദൈവിക പദ്ധതി ഉണ്ട്, ഒരു ദൈവിക ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം പുരുഷനെയും സ്ത്രീയെയും ഒരുപോലെയല്ല സൃഷ്ടിക്കുന്നത്. അവരെ വെവ്വേറെയാണ് സൃഷ്ടിക്കുന്നത്. ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് യോഗ്യമായ തക്കതായ ഒരു തുണയുണ്ടാകണം. അതുകൊണ്ടാണ് മനുഷ്യന്റെ വാരിയൽ എടുത്ത് ആ വാരിയലിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിയുടെ ഒരു പ്രത്യേകതയും വൈവിധ്യവും ഒരു യാഥാർത്ഥ്യമാണിത്. ആണും പെണ്ണും എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഒരു വൈവിധ്യമാണ്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലെ വൈവിധ്യം അല്ലെങ്കിൽ സങ്കീർണതകൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എല്ലാം ഒരുപോലെ ആയിരിക്കുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു അമ്മയ്ക്ക് പ്രസവിച്ച 4 മക്കളും ഒരുപോലെ ഒരിക്കലും ആയിരിക്കത്തില്ല. അവർ 4 പേരും 4 വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കും, നല്ല വ്യത്യസ്തമായ പ്രകൃതമുള്ളവരായിരിക്കും. ഈ വ്യത്യസ്ത ഭാവമാണ് അവരുടെ വ്യക്തിത്വത്തെ മനോഹരമാക്കി തീർക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ ഇവിടെ യാദൃച്ഛികമായിട്ട് മുളച്ചു വന്നതല്ല. ദൈവത്തിന്റെ പ്രത്യേക താല്പര്യമനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാനും നിങ്ങളും ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യം അനുസരിച്ചാകുന്നു? അല്ല, ഒരിക്കലുമല്ല. There is a divine plan. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുള്ള ഉദ്ദേശമുണ്ട്. ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഞാനും നിങ്ങളും പരിശ്രമിക്കുക, അധ്വാനിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ചേരുമ്പോഴാണ് മനുഷ്യ സമൂഹം ഉണ്ടാകുന്നത്. പുരുഷനും സ്ത്രീയും രണ്ടായിട്ട് ജീവിക്കുന്നതല്ല മനുഷ്യ സമൂഹം. വിശുദ്ധ വിവാഹ കൂദാശയുടെ സമയത്ത് പട്ടക്കാര് നൽകുന്ന ഒരു പ്രബോധനമുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും ഒന്നായി ചേർന്ന് ജീവിക്കുവാനായിട്ടാണ് നിങ്ങളെ ദൈവം കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഓർക്കണം, വിവാഹ ജീവിതം, കുടുംബ ജീവിതം എന്ന് പറയുന്നത്
ഒരിക്കലും അത്ര എളുപ്പം നിർവഹിക്കുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയല്ല, ഒരു ജീവിതമല്ല. വിവാഹ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുള്ളിന്റെ അനുഭവങ്ങളുമുണ്ട്. ഇത് ഏറ്റെടുത്ത് ത്യാഗത്തോടുകൂടെ ജീവിക്കുമ്പോഴാണ് കുടുംബജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്. അതുകൊണ്ട് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, നിയോഗിക്കപ്പെട്ടവരാണ് വിവാഹത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് മനുഷ്യനെ ദൈവം ഏൽപ്പിച്ച നിയോഗം പുരുഷനിലും സ്ത്രീയിലും ഒരുപോലെ ഉൾച്ചേർന്നിരിക്കുന്നു. ഒരിക്കലും ആരും ആരെക്കാട്ടിലും വലിയവരോ ചെറിയവരോ അല്ല. നമ്മൾ ഓർക്കണം, കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ they are equal. ഭാര്യ ഭർത്താവിനേക്കാൾ വലുതോ ഭർത്താവ് ഭാര്യയെക്കാൾ വലുതോ അല്ല. രണ്ടുപേരും ആരെക്കാട്ടിലും ചെറിയവരുമല്ല. രണ്ടുപേർക്ക് കുടുംബ ജീവിതത്തിൽ ഈക്വൽ പൊസിഷനാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, കുടുംബ ജീവിതത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മുടെ വീട്ടിൽ ഒരു നാഥൻ ഉണ്ടാകും, ആ നാഥനോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കണം. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പള്ളിക്ക് ഒരു പട്ടക്കാരൻ. പത്രോസിന്റെ ലേഖനം അനുസരിച്ച് എല്ലാ വിശ്വാസികളും പുരോഹിത വർഗമാണ്, പുരോഹിതന്മാരാണ്. എല്ലാവരും പുരോഹിതന്മാരാണെന്ന് പറഞ്ഞ് എല്ലാ ആഴ്ചയിലും അതുമായി വന്ന് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ പോയാൽ ഈ പള്ളിയിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും, ഒരു ഡിസോർഡർ ഉണ്ടാകും. അതുകൊണ്ട് ഈ ദേവാലയത്തിന്റെ സുഗമമായിട്ടുള്ള പ്രയാണത്തിന് നടത്തിപ്പിന് വേണ്ടിയാണ് സഭ വൈദികരെ ഇവിടെ നിയോഗിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരു ഗ്രഹനാഥനുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയാണ്. അത് അർത്ഥമാക്കുന്നില്ല ഗ്രഹനാഥൻ ഭാര്യയെക്കാട്ടിലും ഉയർന്ന സ്ഥാനത്താകുന്നുവെന്ന്. ഇത് പരസ്പരമുള്ള ഒരു ബന്ധമാണ്, ഒരു കൂട്ടായ്മയാണ്, ഒരു മ്യൂച്വൽ ലിവിംഗ് ആണ്, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ ജീവിക്കേണ്ട ഒരു ആവശ്യകതയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ സ്ത്രീകൾക്ക് ആദരവും ബഹുമാനവും വളരെ ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഒരിക്കൽ പോലും യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പറയുന്ന കാരണ നിമിത്തം ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുക, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണ്. ന്യായമായ റീസൺ ഇല്ലാതെ ഒരാൾക്ക് തന്റെ ഭാര്യ ഉപേക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനെ, നമ്മുടെ വിവാഹ കുദാശയിൽ നമ്മൾ നൽകുന്ന പ്രബോധനം ഇതാണ്: ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ, അത് രോഗമായാലും സന്തോഷത്തിന്റെ നിമിഷങ്ങളായാലും ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, ചേർക്കപ്പെട്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. അതുകൊണ്ട് യേശു പറയുന്നു, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ ആ വ്യക്തിയുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. അത് യേശു തമ്പുരാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഒന്നാമത് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്, വിവാഹം ഇറ്റ് ഈസ് എ ഡിവൈൻ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് വിവാഹം. രണ്ട്, ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഒന്നായി ചേർന്നത് വേർപിരിക്കുവാനായിട്ടല്ല. We have united, not to separate. എന്തിനാണ് കൂട്ടിച്ചേർത്തത് ചോദിച്ചാൽ, രണ്ടായി കഴിയാനല്ല, ഒന്നായി ജീവിക്കുവാനായിട്ടാണ്. നമ്മളൊക്കെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ശാന്തമായിട്ട് ചിന്തിക്കണം. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ അങ്ങനെയാകട്ടെ, എനിക്ക് അതിനകത്ത് സംശയമില്ല. നമ്മുടെ ഇടവകയിൽ ദൈവകൃപയാൽ എല്ലാ കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അല്ലറ ചില്ലറ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ സന്ധ്യ കുടുംബ പ്രാർത്ഥനയാകുമ്പോൾ അത് മറന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന, കൂട്ടായ്മ അനുഭവിക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം തീരണം. ഇവിടെ യേശു പറയുന്നു, ഒന്നായി ചേർന്നത് വേർപിരിക്കുവാനായിട്ടല്ല എന്ന് പറഞ്ഞാൽ, വിവാഹ ബന്ധത്തിലൂടെ പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുകയാണ്. നമുക്കറിയാം, രണ്ട് വ്യത്യസ്ത ഭവനങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ് വിവാഹ കൂദാശയിലൂടെ ഒന്നായി തീരുന്നത്. അപ്പോൾ ഒന്നായി തീരുമ്പോൾ പിന്നീട് അവർ രണ്ടായിട്ട് ജീവിക്കുവാനായിട്ടല്ല. നമ്മുടെ ഇടവക വീടുകളിലൊന്നും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ മറ്റു ചില ഇടങ്ങളിൽ എത്രയോ മാസങ്ങളായി ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാതെ കഴിയുന്നു. ഒരു മുറിയിലാണ് താമസിക്കുന്നതെങ്കിലും രണ്ടായിട്ട് കഴിയുന്ന ധാരാളം ആളുകൾ. കമ്മ്യൂണിക്കേഷൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലില്ല. പലപ്പോഴും കുഞ്ഞുങ്ങളിലൂടെയാണ് ഭാര്യയും ഭർത്താവും പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പരസ്പരം ആശയവിനിമയം നടത്തുന്നത് തുണ്ടുപേപ്പറിൽ എഴുതി, മേശപ്പുറത്ത് എഴുതി വെച്ചാണ് ആശയവിനിമയം നടത്തുന്നത്. അത് ഒരു ക്രിസ്തീയ കുടുംബജീവിതമല്ല, അതൊരു ക്രിസ്തീയ ബന്ധമല്ല, അതൊരു ഫാമിലി ലൈഫല്ല. അത് വെറും ജഡീകമായിട്ടുള്ള ജീവിതം മാത്രമാണ്. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് ദൈവ ഉദ്ദേശപ്രകാരം ദൈവം കൂട്ടിച്ചേർത്തതായ ഒരു യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ജീവൻ നൽകിയ ദൈവത്തിന് മാത്രമേ ജീവനെ തിരികെ എടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും സുഖത്തിലും ദുഃഖത്തിലും ഒന്നായി ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. പോരായ്മകൾ പലതും കാണും, രണ്ടുപേരുടെയും ഭാഗത്ത് കുറവുകൾ കാണും. എന്നാൽ ആ കുറവുകള് ഊതി വീർപ്പിച്ച വലുതാക്കി ബന്ധങ്ങളിൽ ശോഷണം സംഭവിക്കുവാനായിട്ടല്ല, ബന്ധങ്ങളെ കൂടുതൽ ദൃഢീകരിക്കുവാനായിട്ട് കൂട്ടായ്മ ബന്ധത്തിലൂടെ നമുക്ക് സാധ്യമായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒന്നാകപ്പെട്ട പുരുഷനും സ്ത്രീയും വേർപിരിയുവാനും ദൈവികമായ അനുവാദം ആവശ്യമാണ്. ദൈവമാണ് നമ്മളെ കൂട്ടി യോജിപ്പിച്ചതെങ്കിൽ, നമ്മൾ രണ്ടായി പിരിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ദൈവത്തിന്റെ അനുവാദം വേണം. അല്ലാതെ എന്റെ ഇഷ്ടപ്രകാരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ തീരുമാനിക്കുക, ഇനി മുതൽ ഈ ഭാര്യയോട് കൂടെ ചേർന്ന് ജീവിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയല്ല. ഇത് കൂട്ടായി ജീവിക്കുവാൻ, ഒന്നായി മുന്നേറുവാൻ, വേർപിരിയുവാനായിട്ടുള്ള ബന്ധമല്ല ഫാമിലി ലൈഫ്. അതുകൊണ്ട് നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കണം. നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ നല്ല നടത്തിപ്പിന് നമ്മുടെ ചില തീരുമാനങ്ങളും ആലോചനകളും തടസ്സമാകുന്നു. പല ഭവനങ്ങളിലെയും ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റായിട്ടുള്ള സംസാര രീതികൾ ഭവനത്തിൽ നടക്കുന്നു, തെറ്റായിട്ടുള്ള ആലോചനകൾ ഭവനങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി ഭവിക്കുകയാണ്. അതുകൊണ്ട് നല്ലത് മാത്രം സംസാരിക്കുവാനും, നല്ലത് മാത്രം ചിന്തിക്കുവാനും, നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സാധിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ വീടുകൾ ക്രിസ്തീയ ഭവനങ്ങളാണ്. നമ്മുടെ വീടുകളിൽ മദ്യത്തിന് ഇടം കൊടുക്കരുത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തണം. പുകയില ഇങ്ങനെയുള്ള വസ്തുക്കൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് നോ പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ ഭവനങ്ങളിൽ നഷ്ടമാകുക. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളരുകയാണ്. അവർ വളരുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഇന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും അതൊന്ന് ട്രൈ ചെയ്യട്ടെ, എന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ കുടുംബങ്ങളിൽ അനുവദിക്കുവാൻ പാടില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാഴ്ചകളും ഭാര്യ തനിയോ ഭർത്താവ് തനിയോ നമ്മുടെ വീടുകളിൽ കാണുവാൻ പാടില്ല. അത് കൂദാശ ചെയ്യപ്പെട്ട വീടുകളാണ് നമ്മുടെ വീടുകൾ.
ആ വീടുകള് സാത്താന് ഒരു കാരണവശാലും ഇടം കൊടുക്കരുത്. ദൈവം വസിക്കുന്ന ഇടങ്ങളായി നമ്മുടെ വീടുകൾ തീരണം. അതാണ് ദൈവിക ഭവനം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്ന ഇടം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വിവാഹ ജീവിതത്തിലൂടെ പുരുഷനും സ്ത്രീയും ഒന്നായി തീരുകയാണ്. അതുകൊണ്ട് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്, വിവാഹമോചനം എന്നൊക്കെ പറയുന്നത്, അത് ശരീരത്തെ വെട്ടിമുറിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വിവാഹ ജീവിതത്തിലൂടെ ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണ്. ആ ഒരു ശരീരത്തെയാണ് ഡിവോഴ്സിലൂടെ നമ്മൾ വെട്ടിമുറിച്ച് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ കൊലപാതകം ചെയ്യുക, ഞാനും നിങ്ങളും കൊലപാതകികളായിട്ട് മാറുക. ശരിയായ റീസൺ ഇല്ലാതെ ഒരാൾക്കും തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. മോശയുടെ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് യേശുവിനെ വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ളതായ ചോദ്യമായിട്ട് പരീക്ഷന്മാർ അടുക്കുമ്പോൾ യേശു പറയുന്നു, മോശയുടെ ന്യായപ്രമാണം നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ ശരിയായ സമ്പ്രദായങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല, അതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് കൊലപാതകമാണ്. കാരണം ഒരു ശരീരത്തെ നിങ്ങൾ വെട്ടിമുറിക്കുക, അത് അനുവദിച്ചുകൂടാ എന്ന് പറയുകയാണ്. അതുകൊണ്ട് കൊലപാതകം ചെയ്യുവാൻ ഹൃദയകാഠിന്യമുള്ളവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. നല്ല ഹൃദയമുള്ള, നല്ല മനസ്സുള്ള ഒരു മനുഷ്യന് ഒരാളെ കൊല ചെയ്യുവാൻ കഴിയത്തില്ല, ഒരാളെ മുറിച്ചു മാറ്റാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, വിവാഹ ബന്ധങ്ങൾ നിസ്സാര കാരണങ്ങളാണ് തകരുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹം ഒരു ദൈവികമാണെന്നുള്ള ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരണം. എനിക്കിന്ന് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഇന്ന് നമ്മുടെ ഈ ആരാധനയിൽ മുൻപിൽ വന്നിരിക്കുന്നു. എന്റെ ഒരു ഉദ്ദേശം, എന്റെ ആഗ്രഹം, എന്റെ ലക്ഷ്യം ഇതാണ്: ഈ കുഞ്ഞുങ്ങളെ ഒരിക്കൽ പോലും തള്ളിക്കളയരുത്. അവരെ കൂടെ നിർത്തിക്കൊള്ളണം. എവിടെ പോയാലും അവരെ ഒറ്റപ്പെടുത്തി കളയരുത്. അവർ നമ്മുടെ വലത്തും ഇടത്തും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കാണണം. അപ്പോൾ മാത്രമേ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുള്ളൂ. അവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. അവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തണം. അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്, അവരുടെ സുഖം നമ്മുടെ സന്തോഷമാണ്. ആ രീതിയിൽ കാര്യങ്ങളെ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വിവാഹം മനുഷ്യന് ഡ്രസ്സ് മാറുന്നത് പോലെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. മാരേജ് ഈസ് എ ഡിവൈൻ പ്ലാൻ, ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. രണ്ട്, ഒന്നായി ചേർന്നത് വേർപിരിക്കുവാനായിട്ടല്ല. We have united, not to separate each other. സുഖത്തിനും ദുഃഖത്തിനും ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ് ക്രിസ്തീയ കുടുംബ ജീവിതത്തിന്റെ അർത്ഥം അനുഗ്രഹപൂർണ്ണമായി തീരുന്നത്. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളാണ്. ദേശത്തിന് ഒരു വലിയ വെളിച്ചമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട ആള്